ബാലരാമപുരത്തെ കൊലയ്ക്ക് പിന്നിൽ ആഭിചാരമോ? ദുരാചാരങ്ങളുടെ വഴിയെ നടന്ന് നടന്ന് കേരളം എവിടെയെത്തും? വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ, വിചിത്രമായ കൊലപാതകങ്ങൾ, അസാധാരണമായ കൊലപാതകങ്ങൾ. ഷാനൂസ്, കേരളം ഞെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അത്രമാത്രം അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ ഇലന്തൂരിലെ നരബലി ഉണ്ടായപ്പോൾ കേരളം ഞെട്ടിയതാണ്, അല്ലേ? അതിനുശേഷം പലതവണയും പിന്നീട് ഞെട്ടി. അന്ധവിശ്വാസങ്ങൾക്ക് പിറകെ പോയുള്ള ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും കേട്ട് ഇടയ്ക്കിടെ പിന്നെയും കേരളം ഞെട്ടി. ഏറ്റവും ഒടുവിൽ നെന്മാറയിലെ അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ വാർത്ത കേട്ടപ്പോഴും ഞെട്ടി. അതിന് പിന്നിലും ഒരു മന്ത്രവാദ സ്പർശം ഉണ്ടായിരുന്നു, അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പ്രതി ചെന്താമര പറഞ്ഞത്, ഒരു ജ്യോതിഷി ചെന്താമരയോട് പറഞ്ഞത്രേ, അയൽപ്പക്കത്തുള്ള നീണ്ട മുടിയുള്ള സ്ത്രീകളെ സൂക്ഷിക്കണം, അവരാണ് തൻ്റെ കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. അങ്ങനെയാണ് നീണ്ട മുടിയുള്ള സ്ത്രീ, അയൽപ്പക്കത്തുള്ള സ്ത്രീ ചെന്താമരയുടെ കൊലക്കത്തിക്ക് ഇരയായത്. പിന്നീട് ചെന്താമര ജയിലിൽ പോകുന്നു, തിരിച്ചെത്തുന്നു, ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും ഒക്കെ കൊലപ്പെടുത്തുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ ബാലരാമപുരത്ത് 2 വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദുവിൻ്റെ മരണം ഇന്നലെയാണ് കേരളം കേട്ട് നടുങ്ങിയത്. അതിന് പിന്നിലും ഒരു മന്ത്രവാദിയുടെ പങ്കുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഇന്ന് പുറത്തു വരികയുണ്ടായി. കരിക്കകത്തുള്ള ദേവിദാസൻ എന്നു പേരുള്ള, ശംഖുമുഖം ദേവിദാസൻ എന്നു പേരുള്ള ഒരു പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇപ്പോഴും പ്രതി ഹരികുമാർ കൊലപാതകം താൻ നടത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കൊലയ്ക്കുള്ള കാരണം എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ ശംഖുമുഖം ദേവിദാസൻ എന്നൊക്കെയാണ് ഈ പൂജാരി എന്ന് വിളിക്കപ്പെടുന്ന മന്ത്രവാദിയുടെ പേര് എങ്കിലും അയാളുടെ ശരിയായ പേര് പ്രദീപ് എന്നാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. മുട്ടക്കച്ചവടമൊക്കെ നടത്തിയിരുന്ന ഒരു പ്രദീപ്, പാരലൽ കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്ന ഒരു പ്രദീപ്. പിന്നീട് ഈ പാരലൽ കോളേജ് അധ്യാപനമൊക്കെ മതിയാക്കി മൂപ്പര് കുറേ കാലം കാഥികനായിട്ട് പോയി, കഥാപ്രസംഗമൊക്കെ നടത്താൻ വേണ്ടി പോയി. ആ സമയത്ത് എന്തോ SK പ്രദീപ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ഇയാളുടേത്. അപ്പോൾ ഈ ഉപജീവന മാർഗം പേര് മാറ്റി പല പല തൊഴിലുകളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നീട് ഈ പൂജ കൃത്യങ്ങളും ഈ മന്ത്രവാദം പരിപാടികളൊക്കെ തുടങ്ങിയത്. പകൽ സമയത്ത് പൂജയില്ലത്ര വീട്ടിൽ. നാട്ടുകാർ പറയുന്നത് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാണ് പൂജകളൊക്കെ നടക്കുന്നത്. മുട്ട വിറ്റിരുന്ന സ്വാമി ആയതുകൊണ്ട് പിന്നീട് സ്വാമിയായിട്ട് മാറി. അപ്പോൾ മുട്ടസ്വാമി എന്നും ഇയാൾക്ക് പേരുണ്ട്. ഈ മുട്ടസ്വാമിയും ഈ ദേവേന്ദുവിൻ്റെ കുടുംബവും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ദേവേന്ദുവിൻ്റെ അമ്മ അവിടേക്ക് പോകുമായിരുന്നു, പല കാര്യങ്ങൾക്കും ഇയാളെ സമീപിക്കുമായിരുന്നു. ഈ പ്രതി ഹരികുമാർ 1.5 വർഷം ഇയാളുടെ സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ. അത് ഈ മന്ത്രവാദി എന്ന് പറയുന്ന പ്രദീപ് എന്ന് ശരിയായ പേരുള്ള, പിന്നീട് ദേവിദാസൻ എന്ന്, ശംഖുമുഖം ദേവിദാസൻ എന്ന പേര് മാറ്റിയ, പണ്ട് മുട്ടക്കച്ചവടം നടത്തിയിരുന്ന മുട്ടസ്വാമി എന്ന് നാട്ടുകാരിൽ വിളിക്കപ്പെട്ടിരുന്ന ഈ പ്രദീപ് എന്ന ദേവിദാസൻ സമ്മതിച്ചിട്ടുണ്ട് അത്രേ ഹരികുമാർ തനിക്കൊപ്പം 1.5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിന് പിന്നിലും ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ, ഇനി ഇയാൾ എന്തെങ്കിലും പ്രശ്നപരിഹാര ക്രിയകൾ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ദേവേന്ദുവിനെ കിടക്കിലെറിഞ്ഞ് ഹരികുമാർ കൊലപ്പെടുത്തിയത് എന്ന രീതിയിലേക്ക് ഇപ്പോൾ അന്വേഷണം പോയിട്ടുണ്ട്. എന്തായാലും ഈ പോലീസിനെ കുഴപ്പിക്കുന്ന മൊഴികളാണ് ഈ ഹരികുമാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറഞ്ഞത് കൊല്ലാൻ തോന്നി, അതുകൊണ്ട് കൊന്നു താൻ എന്നാണ്. ഒരു ഉൾവിളി തോന്നി, അതുകൊണ്ട് കൊന്നു എന്നാണ് ഹരികുമാർ പറയുന്നത്. എന്തായാലും ഹരികുമാറിൻ്റേത് വിചിത്രമായ ഒരു മാനസിക പശ്ചാത്തലമാണ്. അങ്ങനെ ഒരു വിചിത്രമായ മാനസിക ഘടനയിലേക്ക് ഹരികുമാറിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രവാദിക്കും പൂജാരിക്കും ഒക്കെ പങ്കുണ്ടായിരിക്കാനാണ് സാധ്യത. ഞാൻ ഇപ്പോൾ കൂടെ കേരളത്തിൽ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആഭിചാര കൊലകൾ, മന്ത്രവാദിയുടെ ഉപദേശപ്രകാരം നടത്തുന്ന കൊലകൾ, ഇലന്തൂരിലെ നരബലി, ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ കേരളം നടുങ്ങുന്നില്ല, അല്ലേ? ശരിയല്ലേ? പണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിന് നമുക്കൊക്കെ ഒരു നടുക്കമുണ്ടായിരുന്നു, ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഞെട്ടൽ പതുക്കെ മാറുകയാണ്. എല്ലാ ദിവസവും ഈ രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തേ എന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലോർത്ത മറ്റൊരു കാര്യം, പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ് എന്ന വാക്യത്തോടുകൂടി തുടങ്ങുന്ന ഒരു നോവൽ മലയാളത്തിലുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം. വളർച്ച
പല പല വളർച്ചയാണല്ലോ, വളർച്ചയ്ക്ക് തന്നെ പല ഘട്ടങ്ങളാണല്ലോ ഷാനോസെ. ശാരീരികമായ വളർച്ചയ്ക്കൊപ്പം തന്നെ മാനസികമായ ഒരു വളർച്ചയും വികാസം പ്രാപിക്കലും മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ശാരീരികമായ ഒരു വളർച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഘട്ടം പിന്നിട്ടാൽ പിന്നീട് വളർച്ചയില്ല, പിന്നീട് അവരോഹണമാണ്. ആരോഹണമല്ല, പിന്നീട് അവരോഹണമാണ്. പിന്നീട് മരണത്തിലേക്കുള്ള വളർച്ചയാണ്, മരണത്തിലേക്കുള്ള ഇറക്കമാണ്. പക്ഷേ മാനസികമായ വളർച്ച കൂടി അതോടൊപ്പം പ്രാപിച്ചാലേ മനുഷ്യൻ എന്ന പദം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെയും അഭിപ്രായം. മാനസികമായ വളർച്ച എത്തിയവരാണ് തങ്ങൾ, സാംസ്കാരികമായി വലിയ പ്രബുദ്ധത നേടിയവരാണ് തങ്ങൾ എന്നൊക്കെയാണല്ലോ മലയാളി സാധാരണ സ്വയം പറയാറുള്ളത്, സ്വയം അവകാശപ്പെടാറുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മനുഷ്യന് ഒരു ആമുഖം എന്നാണ് സുഭാഷ് ചന്ദ്രൻ ആ നോവലിന് നൽകിയിട്ടുള്ള പേര് എങ്കിലും ഞാൻ 2 തവണ ആ നോവൽ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മലയാളിക്ക് ഒരു ആമുഖം കൂടിയാണ് എന്നുള്ളതാണ്. മലയാളി ജീവിതത്തിന് ഒരു ആമുഖം എന്ന നിലയിൽ കൂടി വായിക്കാവുന്ന ഒരു നോവൽ ആണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം അതിൽ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഗോവിന്ദൻ മാഷ് പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. ആളെ വേണമെങ്കിൽ നമുക്കൊരു പുരോഗമനകാരി എന്നൊക്കെ വിളിക്കാവുന്ന ആളാണ്. ബുദ്ധിപരമായി വലിയ വികാസമൊക്കെ പ്രാപിച്ച ഒരാൾ എന്നൊക്കെ നമുക്ക് നോവൽ വായിക്കുമ്പോൾ തോന്നിപ്പോകുന്ന ഒരാളാണ്. ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയുടെ പേര് സുലോചന എന്നാണ്. ഇരുവർക്കും ഒരു മകൻ പിറക്കുന്നു. ആ മകൻ്റെ പേരിടലുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ തർക്കമുണ്ടാവുകയാണ്. അപ്പോൾ ഈ ഗോവിന്ദൻ മാഷിൻ്റെ അച്ഛൻ്റെ പേര് നാറാപ്പിള്ള എന്നാണ്. നാറാപ്പിള്ളയുടെ മുഴുവൻ പേര് നാരായണൻ എന്നാണ്. നാറാപ്പിള്ളയാണ് കേട്ടോ, പിള്ളയുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാഷ്ക്ക് ഒരാഗ്രഹം, ഗോവിന്ദൻ മാഷ് പറയുന്നത് ഒരു കടം വീട്ടാനുണ്ട്, അതുകൊണ്ട് അച്ഛൻ്റെ പേര് തന്നെ മകന് ഇടണം എന്നാണ്. നാറാപ്പിള്ളയുടെ മുഴുവൻ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ അച്ഛൻ്റെ പേരിടാൻ ഭാര്യ സമ്മതിക്കുന്നില്ല, സുലോചന സമ്മതിക്കുന്നില്ല. സുലോചനയ്ക്ക് ഭർത്താവിൻ്റെ അച്ഛന് അത്രയ്ക്ക് പ്രിയമില്ല. അപ്പോൾ നാരായണൻ എന്നുള്ള പേര് ഇടാൻ അത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേരായതുകൊണ്ട് സുലോചന എതിർക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേരായിട്ട് കൂട്ടണ്ട, നിങ്ങളുടെ ഗുരുവിൻ്റെ പേരായിട്ട് കണക്കാക്കിയാൽ മതി എന്ന്. സുലോചന ഈഴവരും ഗോവിന്ദൻ മാഷ് നായരുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ജാതീയമായ വേർതിരിവുകൾക്കൊക്കെ എതിര് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ സെക്കൻഡിൽ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, എൻ്റെ അച്ഛൻ്റെ പേരായതുകൊണ്ടാണല്ലോ നിനക്ക് എതിർപ്പ്, അങ്ങനെ കൂട്ടണ്ട, നിങ്ങളുടെ ഗുരുവിൻ്റെ പേരായിട്ട് കണക്കാക്കിയാൽ മതി എന്നൊരു ഗംഭീര സാധനം ഗോവിന്ദൻ മാഷിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ ഒരു ജാതീയമായ വേർതിരിവ് വരികയാണ്. ഇത് കേട്ട് സുലോചന ഇങ്ങനെ നടുങ്ങുകയാണ്. കാരണം താൻ ഇത്രയും കാലം പരിചയിച്ച, കണ്ടറിഞ്ഞ ആ മനുഷ്യൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെയൊരു, നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് സുലോചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗുരു എന്ന് പറയുമ്പോൾ ചോമാരുടെ ഗുരു അല്ലേ എന്ന് സുലോചന ചോദിക്കുമ്പോൾ എന്താണ് താൻ പറഞ്ഞത്, അതിൻ്റെ ആ ഒരു ഷോക്ക് അപ്പോഴാണ്, ആ ഒരു വാചകം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതമുണ്ടല്ലോ, അത് അപ്പോഴാണ് ഗോവിന്ദൻ മാഷ്ക്ക് മനസ്സിലാവുന്നത്. ഗോവിന്ദൻ മാഷിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്ന ആ വാചകത്തിൻ്റെ ഒരു ഷോക്കിൽ സ്വയം ലജ്ജിച്ചയാൾ താണിരുന്നു പോവുകയാണ്. അപ്പോൾ ഇതാണ് മലയാളി. എത്രയൊക്കെ അഹങ്കരിച്ചാലും എത്രയൊക്കെ പുരോഗമനകാരിയാണ് എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. വിഷം തീണ്ടിയ ജാതിബോധത്തിൻ്റെ, ജാതീയമായ വേർതിരിവുകളുടെ വിഷം തീണ്ടിയ മലയാളി ജീവിതത്തിനുള്ള ഒരു ആമുഖം ചമയ്ക്കുകയായിരുന്നു സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത്. ഇതൊക്കെ മലയാളി ജീവിതത്തിലുണ്ട് ഷാനോസെ. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊരു നടുക്കം തോന്നാതിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ ഈ സംഭവത്തെക്കുറിച്ച്, അതായത് ഈ 2.5 വയസ്സുകാരി മരിച്ചതിനെ സംബന്ധിച്ചുള്ള വളരെ ചുരുങ്ങിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. കാരണം റൂറൽ എസ് പി കുറച്ചുമേ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിൻ്റെ ഒരു കൃത്യമായ വിവരം, പോലീസിൻ്റെ ഫൈൻഡിങ്സിൽ ഒരു ചെറിയ ഘട്ടമെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് കിട്ടണം. കാരണം പോലീസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പുറത്തേക്ക് പറയാൻ തയ്യാറാവുന്നില്ല. ഈ മരിച്ചുപോയ കുട്ടിയുടെ, ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയും കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മാവൻ, അതായത് ഇവരുടെ സഹോദരനും തമ്മിലുള്ള ചില ഹരികുമാറും തമ്മിലുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പോലീസ് പറയാൻ മടിക്കുന്നത്. എന്തുകൊണ്ട് മടിക്കുന്നു നമുക്കറിയത്തില്ല. അവിടെ ആരാണ് പോലീസ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ല പോലീസ് ഇന്ന് പറയുന്നത്. കാരണം ഇന്നലെയും പരസ്യമായി പറഞ്ഞ കാര്യങ്ങളല്ല, പക്ഷേ പോലീസ് വാർത്താലേഖകരോട് പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. കാരണം പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യം എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം അത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കത്തേ പക്ഷേ കൊല്ലപ്പെട്ടത് ഒരു 2.5 വയസ്സുകാരിയാണ്. അതിൻ്റെ മോട്ടീവ് എന്തുകൊണ്ട് 2.5 വയസ്സ് ഉറങ്ങിക്കിടക്കുന്ന ഒരു 2.5 വയസ്സുകാരിയെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം പോലീസിന് ഇതുവരെ 24, ഇപ്പം ഏതാണ്ട് 1.5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 36 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും
പോലീസിന് അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പോലീസിന് വെളിപ്പെടുത്താൻ കഴിയാത്ത എന്തൊക്കെ പോലീസിന് കൈവശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോഴേ അതിനതൊരു പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇതാണ് കേസിൻ്റെ നിലവിലെ അവസ്ഥ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ നോവലിനെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞു വെക്കുമ്പം കപട മലയാളിയെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് ആ നോവൽ വന്നപ്പം സിനിമ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ സനൽകുമാർ ശശിധരൻ്റെ 70 ദിവസത്തെ കളിയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. 70 ദിവസത്തെ കളിക്കകത്ത് ഭയങ്കര പുരോഗമനം പറയുന്ന ഒരാളുണ്ട്. നമ്മൾ ആ കഥാപാത്രത്തെ നമ്മളൊക്കെ പറയുന്നത് പോലെ, നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമൂഹത്തിൽ പുരോഗമനം പറയുന്ന ആളുകളെ കൂട്ട് നമുക്ക് പെട്ടെന്നൊരു ബിംബം അവിടെ സൃഷ്ടിക്കപ്പെടും. പക്ഷേ അയാളാണ് ആ കൃത്യത്തിൽ, ആ ക്രൂരമായ കൃത്യത്തിൽ, കുറ്റകൃത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അയാളാണ്. നമുക്ക് ഞെട്ടിപ്പോവും, നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടാകും. ആ കഥാപാത്രത്തെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതിന് ചൂട് പിടിച്ചാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം എങ്ങനെയാണ് മനുഷ്യൻ അറിവ് നേടുന്നത്? കാരണം മനുഷ്യനുണ്ടായിട്ട് ലക്ഷോപലക്ഷം വർഷങ്ങളായി, ഇങ്ങനെ പോകുന്നു, ഭൂമിയുണ്ടായി. എവിടെയാണ് മനുഷ്യനിലേക്ക് ദൈവം കടന്നു വരുന്നത്? ആ ദൈവത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ ആഭിചാരക്രിയകളും മന്ത്രവാദവും കടന്നു വരുന്നുള്ളതാണ് കുറേ നേരമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണം തീരുമാനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം, എങ്ങനെയാണ് ദൈവം കടന്നു വന്നത്? ആ ദൈവത്തിനുപരിയായിട്ട് പെട്ടെന്ന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ആഭിചാരക്രിയ ചെയ്യാം. ഒരു കൊലപാതകം ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന, നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ വേദനകൾ ഇല്ലാതാക്കുന്ന ഒന്നിലേക്ക് കടന്നു പോകാൻ, മറ്റൊരാളെ കൊന്നോ അല്ലെങ്കിൽ അയാളുടെ രക്തം വീഴ്ത്തിയോ ഒരു ആഭിചാരക്രിയ ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കാമെന്ന് പറയുന്നൊരു മനുഷ്യനായിട്ട് മാറിയിട്ട് അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മൾക്കുള്ള പ്രശ്നം, നമ്മൾ മലയാളികൾക്കുള്ള പ്രശ്നം, അല്ലെങ്കിൽ കേരളത്തിനുള്ള പ്രശ്നം, നമ്മൾ പല കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഈ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുൻപിൽ നിൽക്കുന്ന സ്ഥലമാണ്, നമ്മൾ ആരോഗ്യരംഗത്ത് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സ്ഥലമാണ്, നമ്മൾ ടൂറിസം ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ വിവിധ വശങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 25 വർഷത്തിനകം കേരളത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന തരത്തിലുള്ള അങ്ങനെ പറയാൻ വെച്ചാൽ നമ്മുടെ സംസ്ഥാനം മാത്രമാണ്. എന്നിട്ടും അങ്ങനെ പറയാൻ കഴിയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഒന്നാമത് നമ്മൾ അഹങ്കരിക്കുന്നത്. ആ നമ്മൾക്കിടയിലാണ് ഇത്തരം ആഭിചാരക്രിയകളും മന്ത്രവാദവും കൊണ്ട് മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും വിലസുന്നത് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച്, പുരോഗമന ആശയ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കരമായി നാണക്കേടുണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പം അതായത് മനുഷ്യൻ മുന്നോട്ട്, നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ നാളെ എത്തുന്നു. അപ്പോൾ നമ്മൾക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിച്ചത്? ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് തന്ന അറിവുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിൽ നിന്നൊക്കെ സാംശീകരിച്ചെടുക്കുന്ന ഒന്നാണ് അറിവെന്ന് പറയുന്നത്. ആ അറിവിൻ്റെ പിൻബലത്തിലാണ്. അറിവെന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രയുക്തിക്കൂടെ നിരക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കുന്നത്. നമ്മൾ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അറിവ് സമ്പാദിക്കുന്നു. ഇത് ശരി, ഏത് തെറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ശാസ്ത്രയുക്തിയും കൂടെ മുൻപോട്ട് വെച്ചിട്ടാണ്. അങ്ങനെയാണ് കേരളം മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇപ്പോഴത്തെ കാലത്ത് A.T. കോവൂരിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര മലയാളിക്ക് അറിയാം, അല്ലെങ്കിൽ എത്ര കുട്ടികൾക്കറിയാമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. A.T. കോവൂർ ഒരു കാലത്ത് കേരളത്തിലെ സുപ്രസിദ്ധനായിരുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെയും യുക്തിവാദ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തൊരു മനുഷ്യനാണ്. അപ്പോൾ A.T. കോവൂർ എത്ര പേർക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു തലമുറയിലൊക്കെ പെട്ട ആളുകൾക്കറിയാം. അതൊക്കെ അറിയുന്ന തലമുറയുടെ അവസാനത്തെ അതാണ്. അതായത് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ സ്വത്വവാദ പ്രസ്ഥാനങ്ങളൊക്കെ ലോകവ്യാപകമായി 60-കളിലും 70-കളിലൊക്കെ രൂപപ്പെടുകയും അങ്ങനെ രൂപം കൊണ്ട് ഈ പറയുന്ന മൗലികവാദത്തിലേക്കൊക്കെ ലോകം കടക്കുന്നൊരു ഘട്ടമാണ് 60, 70, 80 എന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് കേരളത്തിലും ഒരുപാട് ഈ മൗലികവാദ പ്രസ്ഥാനങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് PDPക്ക് മുമ്പുള്ള ISS ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ചുവട് പിടിച്ച് ഒരുപാട് മതമൗലികവാദ സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് അവർ മുൻപോട്ട് വെച്ചത്? കാരണം ഭയങ്കര മതപരമായ മതചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളറിയാതെ തന്നെ കേരളം ചുരുങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു തെളിവെന്ന് പറയുന്നത് 2018 ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ആ വിധി വരികയും അതിനുശേഷമുള്ള കേരളത്തെ നമ്മൾ ഒരു ആഴത്തിൽ പരിശോധിച്ചാൽ, സാമൂഹ്യമായി സാംസ്കാരികമായി പരിശോധിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദിവസങ്ങളോളം നീളുന്ന കലാപന്തരീക്ഷമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെയും ഹിന്ദുത്വ തീവ്രവാദികൾ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടു. ആ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ മാധ്യമപ്രവർത്തകരെന്നോ നാട്ടുകാരെന്നോ ഇല്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ വല്ലാതെ പ്രശ്നത്തിലാക്കി, പ്രതിസന്ധിയിലാക്കി, നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ, സാംസ്കാരിക അവസ്ഥയെ വല്ലാതെ ദുഷിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
2018 ശബരിമല സ്ത്രീപ്രവേശന വിധിക്ക് ശേഷവും മുൻപും എന്ന് കേരളത്തെ എനിക്ക് തോന്നുന്നു സാമൂഹ്യമായി അടയാളപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഒരു പക്ഷേ ആ പ്രവേശന വിധി നടപ്പിലാക്കപ്പെട്ടിരുന്നുവെങ്കിൽ വേറൊരു കേരളമായിരിക്കും ഉണ്ടാവുകേണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു കേരളം സൃഷ്ടിക്കപ്പെട്ടില്ല. വേറൊരു കേരളം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളം 100 വർഷങ്ങൾക്ക് പിറകിലേക്ക് പോവുകയും സഞ്ചരിക്കുന്ന കാര്യം വിട്ടുപോകണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രം ഞാൻ ഷാനോസ് പറഞ്ഞു വന്നപ്പോൾ ഇടപെട്ട് പറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ജനങ്ങൾ മുഴുവൻ അതിനെതിരായി നിലയുറപ്പിച്ചപ്പോൾ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന പരിച ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ ആ കുടുംബത്തിന്റെ വൈകാരികത നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ കുടുംബത്തോടൊപ്പം മറ്റു ചില സാമുദായിക സംഘടനകൾ കൂടി ഹിന്ദു മതത്തിന്റെ പ്രശ്നമാണ്, ഇതിൽ നിങ്ങൾക്കെന്ത് കാര്യം, പരാതിക്കാർ അന്യമതസ്ഥരാണ് എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനും ഇതൊരു പരിചയാക്കി ഉയർത്തി കാണിക്കാനും ഒരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാനും ഇത് കാരണമായി. ഇതിന് കിട്ടിയ ഊർജം, നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് കിട്ടിയ ഊർജം, അവർക്ക് കിട്ടിയ ഊർജം എന്താണ്? ഷാനോസി സൂചിപ്പിച്ച 2018 ശബരിമല സുപ്രീം കോടതി വിധിയാണ്. അവിടെ തന്നെയാണ് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ മറക്കാതെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഖബർ പൊളിക്കുന്നില്ലല്ലോ എന്ന വാചകം കൂടി അവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് ദ്വന്ദ്ങ്ങളിലേക്ക് കൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് അപകടകരമായ പോക്കാണ്. ഞാനത് ഓർത്തെടുക്കുന്നത് 2018 ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം വലിയ കലഹവും കലാപവും ഉണ്ടാകുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൻ്റെ പല തെരുവോരങ്ങളിലും പോയി ഈ നവോത്ഥാനത്തിന് വേണ്ടി പ്രസംഗിച്ച ഒരാൾ. അന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ മുല്ലപ്പള്ളിയെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെ ട്രോളൊക്കെ വന്നിട്ടുണ്ട്. പിണറായി വിജയൻ അങ്ങനെ നവോത്ഥാന നായകനാകണ്ട, ഞങ്ങളതിന് സമ്മതിക്കില്ല എന്ന് ട്രോൾ ഉണ്ടാകുന്നൊരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പിന്നോക്കം നടന്നു. കാരണം നമ്മൾ അറിവ് നേടി മുന്നോട്ട് പോയിരുന്ന നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നാക്കം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കേരളത്തെ ഇത്തരം വാർത്തകളെ ഇലന്തൂർ നരബലിയെക്കുറിച്ചോ അല്ലെങ്കിൽ പാലക്കാടുണ്ടായ സംഭവത്തിൽ മുടി നീട്ടി വളർത്തിയതുകൊണ്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിലേക്കോ അല്ലെങ്കിൽ ഈ ഗോപൻ എന്ന് പറയുന്ന ഒരാൾ മരിക്കുമ്പോൾ ഗോപൻ സ്വാമിയായി വാഴ്ത്തപ്പെടുകയും അവിടെ ഈ പറയുന്ന ജാതി മത വേർതിരിവുണ്ടാകുകയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇപ്പോൾ ഈ 2.5 വയസ്സുകാരി മരിക്കുമ്പോൾ ദേവിദാസൻ എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമോ 2018 ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് 2018 സുപ്രീം കോടതി വിധി നമ്മളുടെ കേരളീയ മതേതര സമൂഹത്തിനും വിശ്വാസി സമൂഹത്തിനും നമ്മൾ പല മതക്കാരും പല ജാതികളും കുഴപ്പമില്ലാതെ അധിവസിക്കുന്ന ഒരു പ്രദേശത്തിനുണ്ടായ ഒരു വലിയ മുറിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അങ്ങനെയാണ് നമുക്കിതിനെ സാമൂഹ്യമായ ആഴത്തിൽ പരിശോധിച്ചാൽ, നമ്മൾ സോഷ്യോളജിസ്റ്റിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ മനസ്സിലാവും. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വന്തം നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നത്. കാരണം അത് കേരളത്തിൻ്റെ മതേതര മനസ്സിലും വിശ്വാസി സമൂഹത്തിലൊക്കെ വലിയ മുറിവ്, ആഴത്തിലുള്ള മുറിവ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പിന്നോക്കം നടക്കുകയാണ്. ആ പിന്നോക്കം നടക്കുന്നൊരു പ്രശ്നം നമ്മൾ 100 വർഷം മുമ്പത്തെ പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അത്തരം ആശയങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ദേവിദാസന്മാരുടെ അടുത്ത് കൊണ്ട് നമ്മൾ എത്തിക്കുന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഞെട്ടേണ്ടത്. കാരണം വാർത്തകൾ നിരന്തരം വരുമ്പോൾ, അല്ലെങ്കിൽ 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ടു, 3.5 വയസ്സുകാരി കൊല്ലപ്പെട്ടു, അമ്മയെ അച്ഛൻ തലക്കടിച്ചു കൊന്നു, യുവാവിനെ കൊന്നു നടന്ന വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ നമുക്കതൊരു, ഇപ്പം കോവിഡിൻ്റെ വാർത്തകൾ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കോവിഡ് ആദ്യം വാർത്തകൾ വരുമ്പോൾ നമുക്കൊരു ഭയപ്പാടുണ്ട്. കാരണം നാളെ ആരെയൊക്കെ കോവിഡ് ബാധിക്കും, ഏതൊക്കെ ഓഫീസ് അടച്ചിടും, നമ്മളങ്ങനെ യാത്ര ചെയ്യും. ഏതാണ്ട് ഒരു 5-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്കൊരു വാർത്തയല്ലാതായി മാറി. കാരണം അതൊരു നിത്യ സംഭവങ്ങളിൽ നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായി ഒന്ന് മാറി. കാരണം അല്ലെങ്കിൽ അതിനേക്കാളും വലുതൊന്ന് സംഭവിക്കണം. കാരണം ഡെത്ത് റേറ്റും മറ്റും കുറഞ്ഞു വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം വാർത്തകൾ നിത്യേന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സുബീഷ് പറഞ്ഞത് ശരിയാണ്, നമുക്കത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവുന്നില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മൾ ഞെട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ പിന്തിരിപ്പൻ ആശയങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അങ്ങനെ പോയാലുള്ള പ്രശ്നം നമ്മളൊക്കെ കുറേ കൂടെ ജീവിച്ച് നമ്മളങ്ങ് മരിച്ചു പോവും. പക്ഷേ ഇവിടെ വരുന്നൊരു തലമുറ എന്ന് പറയുന്നത് ഈ പിന്തിരിപ്പൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന തലമുറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, കേരളം ഇനിയും 1800കളിലേക്കായിരിക്കും കേരളം മടങ്ങിപ്പോവുക. അതല്ല വേണ്ടത്. കേരളം ആർജിച്ചെടുത്ത കേരളം ആർജിച്ചെടുത്ത ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന, അതിനുശേഷം പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് ഇടം കൊടുക്കാതെ മുന്നോട്ട് സഞ്ചരിച്ചൊരു നാടിനെ പിന്നാക്കം സഞ്ചരിക്കാനും ഏതോ ഒരു നൂറ്റാണ്ടിൽ കൊണ്ട് കെട്ടാനുമുള്ള ശ്രമങ്ങളാണ് നമ്മളറിയാതെ ഈ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. അത് അനിവാര്യമായി അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്
പുരോഗമനാശയം പേറുന്ന എല്ലാ മനുഷ്യന്മാരും പുരോഗമനാശയം മുൻപോട്ട് വെക്കുന്ന എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാനൂസ്, മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ ഇലന്തൂരിലെ നരബലി ഉണ്ടായപ്പോൾ മുതൽ കേരളം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ഒരു ഭരണ സംവിധാനമില്ലേ, മാറി മാറി വരുന്ന സർക്കാരുകൾ ഇല്ലേ, എന്തുകൊണ്ട് കേരളത്തിൽ ഒരു അന്ധവിശ്വാസ നിരോധന നിയമം ഇതുവരേക്കും ഉണ്ടായില്ല എന്നുള്ളത്. ചോദ്യം ശരിയാണ്, അത് ഉണ്ടാകേണ്ടതും ആണ്. ഇപ്പോൾ 2013 മഹാരാഷ്ട്രയിൽ അതുണ്ടായി, പിന്നീട് 2017 തൊട്ട് അടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. പിന്നെയും മറ്റൊരുപാട് സംസ്ഥാനങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡിൽ ആ നിയമമുണ്ട്, ബീഹാറിലുണ്ട്, ഒഡീഷയിലുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ 7 or 8 സംസ്ഥാനങ്ങളിൽ ഉണ്ട്. പക്ഷേ ഇവിടെ അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. സർക്കാർ സംവിധാനങ്ങളിലൂടെ നടപ്പാകേണ്ട ഒന്നാണോ, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ മാറേണ്ട ഒന്നാണോ, മനസ്സിൽ തന്നെ ഒരു പരിവർത്തനം ആവശ്യമില്ലേ? ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നവോത്ഥാനം, ഒരു ആന്തരിക പ്രക്രിയ കൂടിയല്ലേ എന്ന സംശയം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഇപ്പോൾ ഏതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം, ഏതാണ് അവിശ്വാസം എന്നിങ്ങനെയുള്ളൊരു വേർതിരിക്കൽ പോലും ഈ ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിച്ച് എല്ലാവരുടെയും വോട്ട് വേണം. ഇലക്ഷൻ എന്നുള്ളൊരു പ്രക്രിയ ഉള്ളിടത്തോളം കാലം എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഹിന്ദു സമൂഹത്തെയും അവർക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെയും ഒക്കെ എല്ലാ വിഭാഗക്കാരുടെയും വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ അതിൽ മുന്നോട്ട് പോകാനാകൂ. ഒരു അന്ധവിശ്വാസ നിരോധന നിയമം വരുമ്പോൾ ഏതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം എന്ന് എങ്ങനെ വേർതിരിക്കാനാകും എന്നുള്ളൊരു സങ്കീർണമായ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പൂജയുണ്ട്. ശത്രു, ഇപ്പോൾ ഷാനോസ് എൻ്റെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതൊരു അന്ധവിശ്വാസമാണ്, പക്ഷേ ക്ഷേത്രങ്ങളിൽ അതൊരു വിശ്വാസമാണ്. അപ്പോൾ ഇതൊരു നിയമമായിട്ട് വരുമ്പോൾ ഈ ശത്രു സംഹാര പൂജ നിർത്തണോ അതോ നിലനിർത്തണോ എന്നുള്ളൊരു പ്രശ്നം വരും. അതുപോലെ എത്രയോ ആചാരങ്ങൾ അല്ലേ. ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും കേരളത്തിലെ ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ധൈര്യക്കുറവുണ്ട്. എന്താണ് ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടി വിവാഹം കഴിച്ചാൽ എന്താണ് പ്രശ്നം? അപ്പോൾ അത് വിശ്വാസമാണോ, അന്ധവിശ്വാസമാണോ, ജ്യോതിശാസ്ത്രമാണോ? ഇങ്ങനെയുള്ള കുഴപ്പിക്കുന്ന സങ്കീർണതകൾ ഈ നിയമം വരുമ്പോൾ പ്രശ്നമുണ്ട്. പിന്നെ ഈ ആൾദൈവങ്ങൾ മുഴുവൻ ഈ അന്ധവിശ്വാസങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. പണ്ട് സന്തോഷ് മാധവനെ തുരത്തി അന്ന് ഏതോ 18 ആൾദൈവങ്ങളുടെ ആശ്രമങ്ങളിൽ പോയിട്ട് റെയ്ഡ് നടത്തി. അതുകൂടാതെ പിന്നെയും ഉണ്ടല്ലോ ഈ ആൾദൈവങ്ങളിലെ VIP-കളുണ്ടല്ലോ, സെലിബ്രിറ്റികളുണ്ടല്ലോ, അവരുടെ മഠങ്ങളിൽ പോകാൻ, അവരുടെ ആശ്രമങ്ങളിൽ പോകാൻ ഏത് പോലീസ് തയ്യാറാകും, ഏത് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകും? അപ്പോൾ ഇതൊക്കെ ഈ അന്ധവിശ്വാസ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കേരളത്തിൽ ഇതൊരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. പക്ഷേ അതിനപ്പുറം ഇതൊരു നിയമനിർമ്മാണത്തിലൂടെ മാത്രം മാറ്റിയെടുക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 100 വർഷം പിന്നോട്ട് പോകും എന്ന് ഷാനോസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്ന ഒരു കാര്യം, 100 വർഷം മുമ്പാണ് ആലുവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സർവ്വമത സമ്മേളനം നടന്നത്. ആ സർവ്വമത സമ്മേളനം, പെരിയാറിൻ്റെ തീരത്ത് നടന്ന സർവ്വമത സമ്മേളനത്തിന് 100 വർഷം തികയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആ 100 വർഷത്തേക്കാൾ പിന്നോട്ട്, വീണ്ടും 100 വർഷം പിന്നോട്ട് കേരളം പോകുന്നുവെന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുബേഷ്, സത്യത്തിൽ ഈ വിഷയം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഞാൻ പെട്ടെന്ന് വായിക്കാം. നീണ്ട മുടിയുള്ളൊരു സ്ത്രീ കൂടോത്രം ചെയ്താണ് നിങ്ങളുടെ കുടുംബം നശിച്ചത്. ഒരു ജ്യോത്സ്യൻ്റെ കണ്ടെത്തലാണ് ചെന്താമരയെ കൊണ്ട് നീണ്ട മുടിയുള്ളൊരു സ്ത്രീയുടെ കുടുംബത്തെ മുഴുവൻ കൊല്ലിച്ചത്. ഇന്നലെ 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഈ കുഞ്ഞിന് ജനനത്തിന് ശേഷമാണ് കുടുംബം കടപ്പെട്ടതെന്ന ജ്യോത്സ്യ വചനമാണ് കാരണമെന്ന് കേൾക്കുന്നു. ഒരുത്തൻ കട്ടിലിൽ കിടന്ന് മരിച്ച പിതാവിനെ ഒടിച്ചുമടക്കി കുഴിയിലിരുത്തി പൂജ തുടങ്ങിയിരിക്കുന്നു. ജ്യോത്സ്യന്മാർ നിധിയിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്തൊക്കെ ആളുകൾ കുഴിക്കുന്നു. കോഴിത്തലയിൽ കൂടോത്രം ചെയ്ത് തന്നെ നശിപ്പിച്ചവനെ മറ്റവൻ കാറ് കയറ്റി കൊന്നു. സിറ്റിക്കകത്ത് ശ്രീരാമൻ്റെ അമ്പലമുണ്ടോ എന്ന് ചോദിച്ച് സഹപ്രവർത്തക വന്നിരുന്നു. അവിടെ തന്നെ പൂജ വേണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. മാലിന്യമുക്ത കേരളം, ഡിജിറ്റൽ കേരളം, വ്യവസായ കേരളം എല്ലാം നല്ലത് തന്നെ, പക്ഷേ അനുഭവിക്കാൻ ആൾ വേണ്ടേ? സർക്കാർ ഇടപെടേണ്ട സമയം കഴിഞ്ഞു. മിക്ക കൊലപാതകങ്ങളിലും കൊലയാളി മാത്രമേ അകത്തു പോകുന്നുള്ളൂ. പ്രേരണാക്കുറ്റം ചുമത്തി ജ്യോത്സ്യന്മാർ അകത്തു പോകുന്നില്ല. എങ്ങനെ പോകാനാണ്? IPS-കാരനും കെട്ടിട്ടുണ്ട് കയ്യിൽ 3 ചരട്. ഞാൻ പറയുന്നത് നമ്മൾ ടെലിവിഷൻ ചാനൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ചരടുണ്ട്. ആ ചരടുള്ള ആൾ പറയുകയാണ് ഇവൻ മന്ത്രവാദിയാണ്, ഇവനെ പിടിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം അവരുടെ മാതൃക എന്താണ്? അതാ പറഞ്ഞ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മാതാ അമൃതാനന്ദമയി, അല്ലെങ്കിൽ എത്രയോ ആൾ ദൈവങ്ങളുണ്ട്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ DYFയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന T. ശശിധരൻ മാതാ അമൃതാനന്ദമയെക്കുറിച്ച്, കാരണം മാതാ അമൃതാനന്ദമയി AK ആന്റണിയെ ആലിംഗനം ചെയ്തതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഞാൻ വരുന്ന അവിടേക്കാണ്. കാരണം എങ്ങനെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ വഴിക്ക് പോകുന്നുണ്ടെങ്കിലും അതിനത്രത്തോളം പ്രോമിനൻസ് നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് എത്താൻ ആളുകൾ മടിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹ നിർമ്മാണത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ DYFIയുടെ ഒക്കെ ഭരണഘടന പരിപാടി നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികളൊക്കെ DYFIയുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ASF, AYF ഒക്കെ പറയുന്നുണ്ട്, SFI ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കലായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നമ്മൾ പറയുന്നതിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നതിനകത്ത്, ഇക്കാര്യങ്ങൾ വിമർശിക്കുന്നതിനകത്തൊരു ശരിയുണ്ടെന്ന് ശരിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിൻ്റെ ജോലി അതല്ല. ഇപ്പോൾ BJP സംബന്ധിച്ച് അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൂടി വരുന്നതാണ് ഇതൊക്കെ. പക്ഷേ അന്ധവിശ്വാസം പോലുള്ള വിശ്വാസത്തെ ഒരിക്കലും CPM നിരാകരിക്കുന്നില്ല. പക്ഷേ അവിടെയാണ് നേരിയ അതിർവരെ വരുന്നത്. അത് ഞാൻ പറയാം. CPM ഒക്കെ ഇക്കാര്യത്തിൽ കുറച്ച് അഡമൻ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ ഇത് അന്ധവിശ്വാസമാണ്, ഇത് നാട്ടിൽ പാടില്ല എന്ന് പറഞ്ഞാൽ ഓടിച്ചുവിടാൻ കഴിയുന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഓടിച്ചുവിടാൻ കഴിയുന്നൊരു CPM ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിലേക്ക് മടങ്ങിപ്പോകണം, സർക്കാർ പോകണം. അതോടൊപ്പം തന്നെ നാട്ടിലെ CPMനെ മാത്രം ചുമലിൽ വെച്ച് ഞാൻ പറയുന്നതല്ല, പുരോഗമനം എന്ന് വിളിപ്പേരുള്ള, പുരോഗമനവാദികൾ എന്ന് വിളിപ്പേരുള്ള എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഇത്തരം ആഭിചാര ക്രിയകളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കേരളം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്താണ്? ChatGPTക്ക് ബദലായി DeepSeek വരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടൊരു ട്രോൾ എന്ന് പറയുന്നത്, ഒരു സൈഡിൽ ChatGPT, ഒരു സൈഡിൽ DeepSeek നിൽക്കുന്നു. താഴെ കുറിയൊക്കെ വരച്ചിട്ട് ഒരാൾ ചാരി നിൽക്കുന്നു. വാട്സപ്പ് എന്നുവെച്ചാൽ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന അമ്മമാരുടെ കാലമാണിത്. എന്ന് പറഞ്ഞാൽ ആധികാരികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതൊന്നുമല്ല ഞങ്ങൾ വാട്സപ്പിൽ പറയുന്ന കാര്യം എന്ന് പറയുന്ന തരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടി ഉള്ളതാണ് ഈ സമൂഹം. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു കാര്യം. ഞാൻ പറയുമ്പം രസകരമായ ഒരു കാര്യം ഓർക്കുന്നത്, ശബരിമലയിൽ ഹരിവരാസനം പാടുന്ന സമയത്ത് ആങ്കർ ഡയസിൽ എഴുന്നേറ്റിരിക്കുന്ന ആങ്കർമാരെ പോലും എനിക്കറിയാം. ഞാൻ അങ്ങനെ പോലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, വളർന്നു വരുന്ന കുട്ടികളെന്ന് പറയുന്നത് ദൈവചിന്തയെ അല്ലെങ്കിൽ മതചിന്തയെ, ജാതി ചിന്തയെ ചോദ്യം ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഈ സമീപകാലത്തൊന്നും കഴിഞ്ഞൊരു 20 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു പക്ഷേ 20 കൊല്ലത്തിന് മുമ്പ് നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കാണുന്ന പരിചരിക്കുന്ന എല്ലാ സൊസൈറ്റിക്കകത്തുള്ള ആളുകൾ നമ്മളോട് ഇതിനൊക്കെ സംസാരിക്കാൻ എൻ്റെ പപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവവിശ്വാസത്തെ പപ്പയൊക്കെ പള്ളിയിൽ പോകുന്ന ആളാണ്. പക്ഷേ അപ്പോഴും ദൈവവിശ്വാസം എന്താണ്, ദൈവവിശ്വാസം അല്ലാത്ത എന്താണ്, അവിശ്വാസം എന്താണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത് നമ്മൾ അത് കേട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ അത്തരം ഡിസ്കഷൻസ് ഒന്നുമില്ല. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള റീയൂണിയൻ പരിപാടികൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. പിന്നെ കുട്ടികൾ കുറേ കൂടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിരിക്കുന്നു. അവിടെയൊന്നും ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളോ മതരാഹിത്യത്തെ സംബന്ധിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല, അറിയുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ളത്. അത് തുലോം തുച്ഛമായ ആളുകളിലേക്ക് മാത്രമാണ് ഇത് എത്തിച്ചേരുന്നത്. കാരണം AI-യെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും പുതിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഭൂമുഖത്ത് അവതരിക്കുകയും അങ്ങനെ ലോകം മുന്നേറുമ്പോൾ നമ്മൾ പിറകോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പം സുബീഷ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് കടന്നു വന്നിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഞാൻ കഴിഞ്ഞൊരു ICVയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് വിശ്വാസം അവിശ്വാസം എന്ന് പറയുന്നത്. നമുക്കത് നേരത്തെ അതിർവരമ്പ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താവുന്നൊരു സംഗതിയാണ്. എന്നെ സംബന്ധിച്ച് ലോജിക്കലി നമുക്ക് നോക്കുമ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളില്ലാത്തതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും. പക്ഷേ വിശ്വാസികളുടെ ഒരു കണക്കെടുത്തിട്ട് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അനിവാര്യമായൊരു കാര്യമാണ്. അവരുടെ വേദനകളെ, സങ്കടങ്ങളെയൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന, ഇറക്കി വെക്കാൻ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് ഒരു വിശ്വാസത്തെ കാണുന്നത്. അപ്പോൾ ഞാനത് ഇടയ്ക്ക് പറഞ്ഞൊരു ഉദാഹരണം ആവർത്തിക്കാം. കാരണം ഇപ്പോൾ പ്ലെയിനിൽ സഞ്ചരിക്കുന്ന 2 പേർ, ഒരാൾ പാരച്യൂട്ട് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയ്ക്ക് താഴേക്ക് ചാടുന്നു, പാരച്യൂട്ട് നിവർക്കാം എന്ന് പറഞ്ഞ് താഴേക്ക് ചാടുന്നു. ഒരു ഘട്ടമെത്തുമ്പോൾ പാരച്യൂട്ട് നിവർത്തിയാൽ തനിക്ക് സുരക്ഷിതമായി ഭൂമിയിലെത്താം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വിശ്വാസിയായിട്ട് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ആൾ അവിശ്വാസിയെ ഞാൻ കാണുന്നത്, താഴേക്ക് ചാടുന്നു, പാരച്യൂട്ട് നിവർക്കുന്നില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചോളും എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസമായിട്ട് എനിക്ക് സിമ്പിളായി പറഞ്ഞു തരാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. കാരണം ഒന്നുമില്ല, കണ്ണും പൂട്ടി വണ്ടി ഓടിച്ചാലും എൻ്റെ വണ്ടി എവിടെയും പിടിക്കത്തില്ല, ഞാൻ ആരെയും ഇടിച്ചു കൊല്ലത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് അന്ധവിശ്വാസി. പക്ഷേ കരുതലോടെ നടന്നാൽ, അല്ലെ കരുതലോടെ വണ്ടി ഓടിച്ചാൽ, അല്ലെ കരുതലോടെ പ്ലെയിനിൽ നിന്ന് ചാടി കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് ആ പാരച്യൂട്ടിൻ്റെ ചരടുകൾ വലിച്ചു വിട്ടാൽ പാരച്യൂട്ട് നിവരുമെന്നും താൻ സേഫായിട്ട് ലാൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് വിശ്വാസി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അങ്ങനെ പറയാൻ കഴിയൂ. കാരണം ഇതിൻ്റെ അതിർവരമ്പ് വളരെ നേർത്തതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഈ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ സംഗതി എന്നെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളല്ല, സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു കാര്യങ്ങളല്ല, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളെന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യനെ നയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കതിനകത്ത് അല്പജ്ഞാനമേ ഉള്ളൂ. അറിയില്ല ഇതെന്താണ് ഇവർ ചെയ്യുന്നത്, കാരണം നമ്മൾ കണ്ടിട്ടില്ല. ഈ അഥർവ വേദത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങാണ്ടാണ് ഈ മന്ത്രവാദത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. അപ്പം മന്ത്രവാദം ചെയ്യുന്ന പല ആളുകളും വേദത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ആളാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ എന്താണെന്ന് നമുക്കും ഇത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നുള്ളത് ബൈബിളിൽ പറയുന്നൊരു വാചകമാണ്. യോഹന്നാന്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ തിയററ്റിക്കലായിട്ടുള്ള ഈ പറഞ്ഞ് ഫലിപ്പിക്കാൻ കാൽപ്പനികമായ ഒരു സൗന്ദര്യമൊക്കെ വെക്കുന്ന ചില വരികളാണ് ഇതൊക്കെ. അതിനകത്ത് നമുക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റും. ലിറ്ററേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ, സാഹിത്യാംശമുള്ള ചില കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് ദൈവമാണെന്നുള്ള സംശയമൊക്കെ എനിക്ക് കിടപ്പുണ്ട്. കാരണം അതായത് ഈ മന്ത്രവാദം കൊണ്ട് എന്താണ് നടക്കുന്നത്, മന്ത്രവാദത്തിനിടെ എന്താണ് നടക്കുന്നത്. ഇപ്പോൾ കോഴിയുടെ തല വെട്ടി വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ് പകരം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അങ്ങനെ ലഭിക്കാനുള്ള സാധ്യത എനിക്ക് എൻ്റെ ശാസ്ത്രയുക്തിയിൽ ചിന്തിക്കുമ്പോൾ ഒരു കോഴിയുടെ തല വെട്ടി വെച്ചത് കൊണ്ടോ, ആ രക്തം ചിറ്റിച്ചത് കൊണ്ടോ, ഏതെങ്കിലും മനുഷ്യനെ കൊലപ്പെടുത്തി നരബലി ആചരിച്ചത് കൊണ്ടോ, തൻ്റെ മകനെ എങ്കിൽ ബലി കൊടുത്തത് കൊണ്ടോ എന്തെങ്കിലും ഈ ഭൂമിയിൽ നേടാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മളെ കൂടെ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. മനുഷ്യൻ മുന്നോട്ടുള്ള യാത്രയിൽ, ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ആർജിച്ചെടുത്ത മുഴുവൻ അറിവുകളെയും നിരാകരിക്കുകയും ഏതോ ഗുഹാമനുഷ്യരായിട്ട്, ഗോത്ര മനുഷ്യരായിട്ട് നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലൊക്കെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേവീദാസന്മാർ നാളെ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ വേണ്ട ഈ പറയുന്ന സാമുദായിക സംഘടനകൾ കാത്തു നിൽക്കുന്ന യുവജന സംഘടനകളുണ്ടല്ലോ, അല്ലെങ്കിൽ SNDPയുടെ യൂത്ത് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ SYS ആയിക്കോട്ടെ, അങ്ങനെ ഈ വിശ്വാസികൾക്കിടയിൽ തന്നെയുള്ള ഈ യൂത്ത് വിങ്ങുകൾക്ക് ഇത് ആർജവത്തോടെ എടുക്കാനും നടത്താനും കൊണ്ടുപോകാനും കഴിയണം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം, അത് SYS ആയിക്കോട്ടെ, SNDP യൂത്ത് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ DYFO, AYFO, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ കേരള യൂത്ത് ഫ്രണ്ടോ എന്തും ആയിക്കോട്ടെ, ഇവരൊക്കെ ആഞ്ഞൊന്ന് പിടിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ കേരളത്തെ 10 വർഷം കഴിഞ്ഞ് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പോരാടേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ദേവീദാസന്മാരെ കൊണ്ട് ഇവിടെ നിറയുകയും നമ്മുടെ ജീവിതം ഈ രീതിയിൽ സാധ്യമല്ലാതാവുകയും ചെയ്യും. ഷാനോസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യട്ടെ. എന്നാൽ അതിനൊക്കെ അപ്പുറം ആന്തരികമായി തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവനവൻ തന്നെ ഉള്ളിൽ നടപ്പാക്കേണ്ടതുണ്ട്, അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അവനവൻ്റെ വിശ്വാസമൊക്കെ ആകാം, അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ തന്നെ വേണമെങ്കിൽ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അത് അപരന് ദോഷം വരുന്ന രീതിയിൽ ഒരിക്കലും ആകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. 1947 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതൊരു പൂർണ്ണമായ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമല്ല. 2024 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ മാത്രമാണ് രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത് എന്ന് പറഞ്ഞ RSSൻ്റെ മേധാവി ഡോക്ടർ മോഹൻ ഭാഗവതിന് ഇന്നും ഇപ്പോൾ രാജ്യത്ത് നെഞ്ചും വിരിച്ച് നടക്കാൻ കഴിയാമെങ്കിൽ ആ രാജ്യത്തെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം. അവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ തുടരുമ്പോൾ ഇവിടെ ആഭിചാര കൊലകളും തുടരും. ഇതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ മാറ്റിവെച്ച് നല്ല കേരളം, നല്ല ഭാരതം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നേറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംവാദം അവസാനിപ്പിക്കുന്നു.